തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF തിരിച്ചടിക്ക് കാരണങ്ങളിലൊന്ന് ശബരിമല വിവാദം തന്നെയെന്ന് ആവർത്തിച്ച് CPI. അറസ്റ്റിന് പിന്നാലെ പത്മകുമാറിനെ CPM പുറത്താക്കേണ്ടതായിരുന്നുവെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എന്നാൽ വിഷയം ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശബരിമല വിവാദം തിരിച്ചടിയായില്ലെന്ന CPM വാദം തുടർച്ചയായി തള്ളുകയാണ് CPI. അതാത് കക്ഷികൾ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തട്ടെന്നായിരുന്നു ഇടതുമുന്നണി യോഗത്തിന്റെ തീരുമാനം. പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന നിലപാട് CPI പരസ്യമാക്കിയത്. ആരോപണം ഉയർന്നതിന് പിന്നാലെ A. പത്മകുമാറിനെ CPM പുറത്താക്കാത്തത് തിരിച്ചടിയുടെ ആഴം കൂട്ടിയെന്നാണ് CPI വിലയിരുത്തൽ. ജനാധിപത്യ മുന്നണിയെ ദോഷകരമായി ബാധിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമ്മളൊരു പരിശോധന നടത്തുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനമനസ്സിനകത്ത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നതിൽ അതൊരു പങ്ക് വഹിച്ചു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ പരാജയ കാരണം അതത് പാർട്ടികൾ ചർച്ച ചെയ്ത ശേഷം വിലയിരുത്താമെന്നാണ് ഇടതുമുന്നണി കൺവീനർ ആവർത്തിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ വെച്ച് പരിശോധന നടത്തി വരികയാണ്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രചാരണം സമുദായ സൗഹാർദ്ദത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായും CPI വിലയിരുത്തിയിട്ടുണ്ട്. പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ലെങ്കിലും LDFിലെ മറ്റു ചില ഘടകകക്ഷികൾക്കും CPI നിലപാടിനോട് യോജിപ്പുണ്ട്. ശബരിമല വിവാദങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നേറ്റ തിരിച്ചടിയിലും CPM സ്വയം വിമർശനത്തിന് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.